എൻ്റെ നാടിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ. എങ്ങനെയുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരുടെ വിശേഷണങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂ റാസി സമണൂർ. അതിവേഗം പായുന്ന ഇന്നത്തെ ഈ ലോകത്ത് നമ്മൾ എവിടെയോ മറന്നുപോയ, കേൾക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നെഞ്ചുപിടയുന്ന ഒരു സത്യകഥയുടെ ആഴങ്ങൾ തേടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ആ പത്തപിരിയത്തെ പള്ളിമുറ്റത്തെ ആ ഖബർസ്ഥാനിൽ ഒന്ന് പോകണം. അവിടെ ഒരു പുതിയ ഖബർ നമുക്ക് കാണാം. ആ ഖബറിന് ചുറ്റും വട്ടം ചുറ്റുന്ന ഒരു തെരുവ് നായ, കണ്ണുനീർ വാർക്കുന്ന ആ മിഴികളോടെ കണ്ണിലേക്ക് നോക്കി തൻ്റെ പ്രിയപ്പെട്ടവർക്ക് കാവൽ നിൽക്കുന്ന ഒരു മിണ്ടാം പ്രാണി. ഉറ്റവർ പോയി, ഉടയവർ പോയി, നാട്ടുകാരും വീട്ടുകാരും പിരിഞ്ഞുപോയി. പക്ഷേ ആ നായ മാത്രം അവിടെ നിന്ന് മാറുന്നില്ല. ആരാണ് ആ ഖബറിൽ ഉറങ്ങുന്നത്? മറ്റാരുമല്ല, നമ്മുടെ ആമിന എന്ന ഉമ്മ. ആ നായക്ക് ആ ഉമ്മ ആരായിരുന്നു? ഇതൊരു കഥയല്ല. 2026 ഏപ്രിൽ മലപ്പുറം കണ്ട മഹാസത്യമാണ്. സ്നേഹത്തിൻ്റെ ആഴം. വിശന്നു തളർന്നു വന്ന ഈ നായക്ക് ലോകം കല്ലെറിഞ്ഞപ്പോൾ ആമിനത്ത നൽകിയത് ഒരു കഷ്ണം അപ്പമല്ല, മറിച്ച് തൻ്റെ ഹൃദയത്തിലെ കരുണയായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തു, റഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്നാണ്. വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നു, ഹൽ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ. നന്മക്ക് നന്മയില്ലാതെ മറ്റെന്താണ് പ്രതിഫലം? അത്ഭുതം. മനുഷ്യൻ നന്ദി മറക്കുന്ന ഈ കാലത്ത്, മക്കൾ മാതാപിതാക്കളെ മറക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, പക്ഷേ അള്ളാഹു പടച്ച ഈ മിണ്ടാം പ്രാണിയുടെ നന്ദി ഒരിക്കലും മറന്നില്ല. ആ ഉമ്മ മരണത്തിൻ കീഴടങ്ങുന്ന ആ നിമിഷത്തിൽ, ആരും കാണാത്ത ആ ഇരുട്ടിൽ ഈ നായ നടത്തിയ പോരാട്ടം കണ്ടാൽ നിങ്ങൾ അമ്പരന്നു പോകും. പ്രിയപ്പെട്ടവരെ, ആ ശനിയാഴ്ച രാത്രിയിലേക്ക് നമുക്കൊന്ന് പോകാം. മകളുടെ വീട്ടിൽ നിന്ന് വിരുന്നൊക്കെ കഴിഞ്ഞ് ആമിനത്ത സന്തോഷത്തോടെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. മരുമകൻ ആ ഉമ്മയെ വീട്ടിൻ്റെ ഗേറ്റ് മുന്നിൽ ഇറക്കി വിട്ടു. ഉമ്മ സൂക്ഷിച്ചു പോകണേ എന്ന് ആ മരുമകൻ പറഞ്ഞു മടങ്ങി. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് എത്തുന്നതിന് മുമ്പേ, നോക്കൂ പ്രിയപ്പെട്ടവരെ, ആ ഉമ്മ അവിടെ കുഴഞ്ഞു വീണു. ചുറ്റും ഇരുട്ട്, വീട്ടിൽ ആരുമില്ല. സഹായത്തിനായി വിളിക്കാൻ പോലും ആ ഉമ്മാക്ക് കഴിഞ്ഞില്ല. ആരും കാണാത്ത ആ നിമിഷം, മരണം ആ ഉമ്മയെ തേടാൻ വന്ന ആ നിമിഷം ഒന്ന് ഓർത്തു നോക്ക്. അവിടേക്ക് ഒരാൾ ഓടിയെത്തി. ഉമ്മയുടെ ആ തെരുവ് നായയുടെ ആ പോരാട്ടം. തനിക്ക് ഭക്ഷണം തരാറുള്ള തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ കണ്ണിൽ തളർന്നു. ആ ഉമ്മ മണ്ണിൽ ഇങ്ങനെ തളർന്നു വീഴുന്ന ആ ഒരു സാഹചര്യം ആ മൃഗത്തിന് സഹിക്കാനായില്ല. അവൻ ഉറക്കെ നിലവിളിച്ചു. നാട് മുഴുവനും കേൾക്കുന്ന രീതിയിൽ ആ നായ വിളിച്ചു പറയുന്നുണ്ട്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അയൽവാസിയുടെ വാതിൽ ചെന്ന് മുട്ടി. ആ നായയുടെ ആ അർത്ഥനാദം കേട്ടാണ് നാട്ടുകാരും പുറത്തിറങ്ങിയത്. നായയുടെ പിന്നാലെ ഓടിയ അവർ കണ്ടത് കുഴഞ്ഞു വീണ് കിടക്കുന്ന ആമിനത്തെയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എത്ര സത്യമാണ്. ഫി കുല്ലി കബ്ദിൻ റത്ബിൻ അജ്ർ. ഓരോ ജീവനുള്ള വസ്തുവിനോടും കരുണയിൽ പ്രതിഫലമുണ്ട് എന്ന് ആ വചനം അത്ഭുതമാണ്. മനുഷ്യർ കാണാത്ത ആ വേദന ഒരു തെരുവ് നായ കണ്ടു. ആ ഉമ്മയെ രക്ഷിക്കാൻ അവൻ തൻ്റെ സർവശക്തിയെയും നിലവിളിച്ച് പറയുന്നു. ആശുപത്രിയിൽ എത്തിയെങ്കിലും ആ ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. പക്ഷേ ആ നായയുടെ നന്ദി അവിടെ തീർന്നില്ല. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ലോകത്തെ അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ആമിന എന്ന ആ ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. നാടും വീടും കണ്ണീരിലായി. മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി. പക്ഷേ ആ വീടിൻ്റെ മുറ്റത്ത് അപ്പോഴും ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. കണ്ണുകളിൽ സങ്കടം തലം കെട്ടി തല താഴ്ത്തി ആ തെരുവനായി മയ്യത്ത് കട്ടിൽ ഉയർത്തിയപ്പോഴും ആ വിലാപയാത്രയ്ക്ക് മുന്നിലും ഒരു നിഴലായി അവൻ നടന്നു. ആരും അവനെ വിളിച്ചില്ല, ആരും അവനോ വഴി പറഞ്ഞ് കാണിച്ചു കൊടുത്തില്ല. പക്ഷേ തൻ്റെ അന്നദാതാവിനെ
അവസാനമായി കാണാൻ അവൻ ഓടിയെത്തി. പള്ളിമുറ്റത്ത് ആ കാഴ്ച, മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് ഖബറിലേക്ക് ആ ഉമ്മയെ ഇറക്കി വെക്കുമ്പോൾ ഖബർസ്ഥാനയിലെ ആ മതിലിന് മുകളിൽ അവൻ ഇരിപ്പുണ്ടായിരുന്നു. മനുഷ്യർ മണ്ണ് മാറ്റി ഖബർ മൂടി ഓരോരുത്തരുമായി പിരിഞ്ഞുപോയി. കൂടപ്പിറപ്പുകൾ, മക്കള് കണ്ണീരൊപ്പി മടങ്ങി. പക്ഷേ അവൻ മാത്രം അവിടെ ബാക്കിയായി. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുന്നു, ഭൂമിയുള്ള യാതൊരു ജീവിയാകട്ടെ, ചിറകു വിരിച്ചു പറക്കുന്ന പക്ഷികളാകട്ടെ, നിങ്ങളെപ്പോലെ ചില സമൂഹങ്ങൾ മാത്രമാകുന്നു അവർ. സൂറത്ത് അൻആം 38. ഈ അധ്യായം ഈ ആയത്തിൽ നമുക്ക് ഇത് കാണാൻ സാധിക്കും. മനുഷ്യരെ പോലെ വികാരമുള്ള, സ്നേഹമുള്ള ജീവികളാണ് അവരൊക്കെ. പള്ളിയിലേക്ക് ഉസ്താദുമാരും നാട്ടുകാരും അത്ഭുതത്തോടു കൂടി ആ നായയെ കാണുകയാണ്. മനുഷ്യർക്ക് പോലും കഴിയാത്ത വിധം ഒരു മൃഗം എങ്ങനെ ഇത്രത്തോളം സ്നേഹിക്കുന്നു. പക്ഷേ ആ അത്ഭുതം അവിടെയും തീർന്നില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ ആ ഖബർസ്ഥാനയിൽ നടന്നത് എന്തൊരു അത്ഭുതമാണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ആമിനത്തായുടെ ഖബറടക്കം കഴിഞ്ഞ് ദിവസങ്ങൾ ഒന്നൊന്നായി കടന്നുപോയി. പക്ഷേ ഇന്നും ആ പത്തപ്പിരിയത്തെ ഖബർസ്ഥാനയിൽ ചെന്നാൽ നിങ്ങൾക്ക് ആ കാഴ്ച കാണാം. ആ ഉമ്മയുടെ മകളും ആ പേരമക്കളും ഖബർ സിയാറത്തിന് എത്തുമ്പോൾ പള്ളിയുടെ ഗേറ്റിൽ ആ തെരുവനായ അവരെ കാത്തിരിപ്പുണ്ട്. ഇപ്പോഴും അവർക്കൊപ്പം അവൻ ഖബറിലേക്ക് നടന്നു പോകും. അവർ പ്രാർത്ഥിച്ചു കഴിയുന്നതുവരെ അവൻ അവിടെ കാവൽ നിൽക്കും. അവർ മടങ്ങുമ്പോൾ പള്ളി ഗേറ്റ് വരെ അവരെയും അനുഗമിക്കുന്നു. എന്തൊരു സ്നേഹമാണിത്, എന്തൊരു നന്ദിയാണിത്. നമുക്ക് പാഠമുണ്ടിതിൽ. സ്നേഹം ഉള്ളവരെ, മനുഷ്യൻ സ്വന്തം മാതാവിനെ തള്ളിപ്പറയുന്ന കാലമാണിത്. ലഹരിക്കും പണത്തിനും വേണ്ടി സ്വന്തം രക്തബന്ധം പോലും മറക്കുന്ന കാലം. അവിടെയാണ് അള്ളാഹു പടച്ച ഈ പാവം ജീവി നമുക്ക് പാഠമാകുന്നത്. നമ്മുടെ മനോഹരമായ പരിശുദ്ധമായ ദീൻ മതം പഠിപ്പിക്കുന്നത് ഇതാണ്. ഭൂമിയുള്ള സകല ജീവിജാലങ്ങളോടും കാരുണ്യം കാണിക്കുക. ഒരു പൂച്ച ഒരു പട്ടിണി കിടന്നപ്പോ ആ പട്ടിണി കിട്ട ആ സ്ത്രീ നരകത്തിലാണ് എന്ന് നമുക്കൊക്കെ പഠിച്ചവരാണ്, ഹദീസിലൊക്കെ ഉണ്ട്. അതുപോലെ ദാഹിച്ച നായിക്ക് വെള്ളം കൊടുത്ത സ്ത്രീ സ്വർഗത്തിലേക്ക് പോയ ചരിത്രം നാം പഠിച്ചവരാണ്. നമ്മുടെ ചരിത്രത്തിലുള്ള വലിയ വലിയ പാഠങ്ങൾ അള്ളാഹുവിന്റെ തിരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ ഫീ കുല്ലി ഖബ്ദിൻ റത്ബത്തിൻ അജ്ർ എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഹദീസിൽ നോക്കിയാൽ കാണാവുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈറിൻ തജിദൂഹു ഇൻദല്ലാഹ. നിങ്ങൾ സ്വയം ആത്മാക്കൾക്ക് വേണ്ടി മുൻകൂട്ടി ചെയ്യുന്ന യാതൊരു നന്മയും അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് സൂറത്ത് ബഖറയിൽ 110 ആയത്തിൽ നമുക്കിത് കാണാം. ആമിനാത്ത എന്ന ആ ഉമ്മ ചെയ്ത ഒരു ചെറിയ നന്മയാകാം, പക്ഷേ ആ നന്മ ആ ഖബറിലുള്ള ആ ഉമ്മാക്ക് തുണയാകുന്നുണ്ടാകും. ആ മൃഗത്തിന്റെ കണ്ണീരും പ്രാർത്ഥനയും അള്ളാഹു കാണുന്നുണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മ ചെയ്യാൻ മടിക്കരുത്. അത് ഒരു മനുഷ്യനോടായാലും ഒരു മൃഗത്തിനോടായാലും സ്നേഹത്തിന് ഭാഷയില്ല, നന്ദിക്ക് അതിരുപറമ്പുകളില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ആ ഉമ്മയുടെ ഖബർ വിശാലമാകട്ടെ. മരിക്കുന്ന നേരം ഈമാനോട് കൂടിയുള്ള മരണം അല്ലാഹു നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.